എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഗ്രാമർ ടോപ്പിക്കിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യ പാർട്ടിൽ നമ്മൾ ഗ്രാമർ, സെന്റൻസ്, കൈൻഡ്സ് ഓഫ് സെന്റൻസസ് ഇത്രയുമാണ് പഠിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായി എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. ഈ പാർട്ടിൽ നമ്മൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് അതെന്താണെന്ന് ആദ്യം നോക്കണം. ചെറിയ ക്ലാസ് തൊട്ട് കൊച്ചു കുട്ടികൾ തൊട്ട് പഠിച്ചു വരുന്ന ഒരു സംഭവമാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. എല്ലാ സെന്റൻസിനും രണ്ട് ഭാഗങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഇൻ ഇംഗ്ലീഷ് ഹാസ് ടു പാർട്സ്. എത്ര ഭാഗങ്ങൾ? രണ്ട് ഭാഗങ്ങളാണ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം എന്നല്ല ഇവിടെ അർത്ഥം. ആഖ്യ, ആഖ്യതല്ല, ആഖ്യ, അതല്ലെങ്കിൽ കർത്താവ്. ദെൻ പ്രെഡിക്കേറ്റ്, അത് ആഖ്യാതം എന്ന് പറയും. അപ്പൊ ഒരു വാചകത്തിന് അല്ലെങ്കിൽ വാക്യത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാണ്? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു കാര്യം മറന്നു. എന്താണെന്നാൽ നിങ്ങൾ കഴിഞ്ഞ പാർട്ടില് കണ്ടതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ് സെന്റൻസ്. അപ്പൊ ഹൗ മെനി വേർഡ്സ് ആർ നീഡഡ് ടു മേക്ക് എ സെന്റൻസ് എന്ന് ആലോചിച്ചു നോക്കിക്കേ. ഞാൻ സെന്റൻസ് എന്താണെന്നെല്ലാം പറഞ്ഞിരുന്നു, പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു സെന്റൻസിന് എത്ര വാക്കുകൾ വേണം? മിനിമം. അപ്പോൾ ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ മിനിമം എത്ര വാക്കുകൾ വേണം? ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ? only 2. രണ്ട് വാക്ക് മതി. ഒരു സെന്റൻസിന് എത്ര വാക്ക് മതി? രണ്ട് വാക്ക് മതി. ഷീ സിങ്സ്, അവൾ പാടുന്നു. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. they പ്ലേ, അവർ കളിക്കുന്നു. നോക്കിക്കേ, രണ്ട് വാക്കുകൾ മതി. അപ്പോഴും അതൊരു സെന്റൻസാ. എന്തുകൊണ്ടാ? ഇറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ് ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. നമ്മൾ നേരത്തെ പഠിച്ച എ സീക്വൻസ് ഓഫ് വേർഡ്സ്. സോ ഇറ്റ് ഗിവ്സ് കംപ്ലീറ്റ് മീനിങ്. കണ്ടോ? അപ്പോൾ പറഞ്ഞു രണ്ട് വാക്ക് മതി. മിനിമം വേർഡ്സ് രണ്ടെണ്ണം മതി. എന്തിന്? സെന്റൻസിന്. എക്സാമ്പിൾ: ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. മാളു സിങ്സ്, മാളു പാടുന്നു. മാളുവിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഞാനും കേട്ടിട്ടില്ല. മാളു സിങ്സ്. A pen is in my pocket. ഒരു പേന എന്റെ പോക്കറ്റിൽ. അപ്പോൾ ഇതെല്ലാം സെന്റൻസ് ആണ്, സെന്റൻസിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ പറഞ്ഞു വന്നത് സബ്ജക്റ്റ് എന്ത്, പ്രെഡിക്കേറ്റ് എന്ത്. ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഹാസ് ടു പാർട്സ്. അതുകൊണ്ട് തന്നെ ഈ സെന്റൻസുകൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണ് എന്ന് പറയാമോ? The part which names the person or thing that we are speaking about in a sentence is called the subject. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒരു വാക്യത്തിൽ നമ്മൾ ആരെ കുറിച്ച് പറയുന്നുവോ, എന്തിനെ കുറിച്ച് പറയുന്നുവോ, ആരാണോ അതിൽ പ്രവർത്തി ചെയ്യുന്നത്, who the doer is, അതിന് പറയുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്യത്തിൽ നമ്മൾ ആരെ കുറിച്ച് പറയുന്നുവോ, എന്തിനെ കുറിച്ച് പറയുന്നു, പേഴ്സൺ ഓർ തിങ്. തിങ് എന്ന് പറഞ്ഞാൽ, വസ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വ്യാപ്തിയിൽ ഉള്ളതാണ്. അതൊരു വസ്തുവാകാം, അതുപോലെ തന്നെ ഒരു ഗുണമാകാം, രുചിയാകാം, ഗന്ധമാകാം, ഒരു ഫീലിംഗ് ആകാം, ഒരു വികാരമാകാം. ഇങ്ങനെ ഇത്രമാത്രം വ്യാപ്തിയുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ഉദാഹരണത്തോടെ മനസ്സിലാക്കാം. ബേർഡ്സ് ഫ്ലൈ. ദിസ് സെന്റൻസ് സേസ് അബൌട്ട് വാട്ട്? ഈ വാചകം എന്തിനെ കുറിച്ച് പറയുന്നു? സേസ് അബൌട്ട് ബേർഡ്സ്, പക്ഷികളെ കുറിച്ച് പറയുന്നു. സോ ബേർഡ്സ് ഈസ് ദ സബ്ജക്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സബ്ജക്റ്റ് ആവാൻ കാരണം? ദിസ് സെന്റൻസ് ഈസ് അബൌട്ട് ബേർഡ്സ്. ഇതിനെ കുറിച്ച് പറയുന്നു, പക്ഷികളെ കുറിച്ച് പറയുന്നു. ഇനി പ്രെഡിക്കേറ്റ് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. സബ്ജക്റ്റ് കണ്ടുപിടിച്ചോ, പ്രെഡിക്കേറ്റ് കണ്ടുപിടിക്കാൻ പിന്നെ പാടേയില്ല, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സീസോ പോലെ. എന്തുപോലെ? സീസോ പോലെ. സീസോയിലൊക്കെ ചെറുപ്രായത്തിൽ കയറാത്തവരാരും ഉണ്ടാവില്ല. ഒരു സൈഡിൽ അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മതി, മറു സൈഡ് താനേ ഉയർന്നോളും. ഉയർത്തേണ്ട ആവശ്യം ഇല്ല. സബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ മതി, പ്രെഡിക്കേറ്റ് ഓക്കെ ആയിക്കോളും. That means the remaining portion, the rest of the portion is predicate. നോക്കുക, ബാക്കി ഭാഗം predicate. ഇവിടെ ബാക്കി ഭാഗം ഏതാ? Fly. Then Malu sings. This sentence says about what? മാളു. എന്തിനെ കുറിച്ച് പറയുന്നത്? മാളുവിനെ കുറിച്ച് പറയുന്നു. സോ മാളു എന്നുള്ള സബ്ജക്ട്. അപ്പൊ predicate എന്നാ? predicate sings. predicate എന്നാണെന്ന് ഇപ്പോ ഇങ്ങനെ മനസ്സിലാക്കുക, പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പോൾ തന്നെ a pen is in my pocket. ഇതില് ഏതിനെ കുറിച്ച് പറയുന്നു? എ പെന്നിനെ കുറിച്ച്. This sentence says about what? A pen. So a pen is the subject. The remaining part is the predicate. Is in my pocket. Predicate എന്ന് പറഞ്ഞാൽ predicate says something about the subject. സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു? ചില ആൾക്കാരെ പോലെയാണ്, മറ്റുള്ളവരെ കുറിച്ചേ പറയത്തുള്ളൂ. അവനവനെ കുറിച്ച് ഒന്നും ചിന്തിക്കത്തുമില്ല, പറയത്തുമില്ല. എല്ലാം മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അതേ സ്വഭാവമാണ് പ്രെഡിക്കേറ്റ്. ഇനി അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഓർത്തോണം, എന്തോന്നാണ് പ്രെഡിക്കേറ്റ്. എന്തിനെ കുറിച്ച് പറയും? മറ്റുള്ളവരെ കുറിച്ച് പറയും. അപ്പൊ പ്രെഡിക്കേറ്റ് എന്തിനെ കുറിച്ച് പറയും? പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിനെ കുറിച്ചേ പറയുള്ളൂ. ഒരു സ്വഭാവമുണ്ട്, എന്തിനെ കുറിച്ച് മാത്രമേ പ്രെഡിക്കേറ്റ് പറയുള്ളൂ? സബ്ജക്റ്റിനെ കുറിച്ച് പറയുള്ളൂ. എന്താ സബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു? വാട്ട് ഈസ് ദ സബ്ജക്ട്? സബ്ജക്ട് എന്താണ്? വിച്ച് ഈസ് ദ സബ്ജക്ട്? ദ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ് ദ സബ്ജക്ട് ഈസ്? സബ്ജക്ട് ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്? ഹൂ ദ ഡൂവർ ഈസ്? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്? സബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻസ് ടു ദ സബ്ജക്ട്? ഇതൊക്കെയാണ് പ്രെഡിക്കേറ്റിന്റെ പ്രത്യേകത. എന്തിനെ കുറിച്ച് പറയുന്നു? ആരെ കുറിച്ച് പറയുന്നു? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്? അതിനാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. സബ്ജക്ട് ഈസ് സംതിങ് ഈസ് ബീയിങ് സെഡ്. അപ്പൊ പ്രെഡിക്കേറ്റ് എന്നാ? പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു, അതിനാണ് പ്രെഡിക്കേറ്റ് എന്ന്. അപ്പൊ പ്രെഡിക്കേറ്റ് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്ട്. സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു അതിന് പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഈസി ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഈസി ഒന്നും അല്ല മുന്നോട്ട് ഇത് മനസ്സിലാക്കാൻ. 10ാം ക്ലാസ് വരെ, 8 മുതൽ 10 വരെ സെന്റൻസിന്റെ പാറ്റേൺ എഴുതാനുണ്ട്. മറ്റ് മത്സര പരീക്ഷകളിലും ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഒരു സെന്റൻസ് എന്നിട്ട് ഐഡന്റിഫൈ ദ സബ്ജക്ട്, ദ പ്രെഡിക്കേറ്റ്. ഇത് എളുപ്പമാണ്, ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണത്തിലാണ് തുടങ്ങുന്നത്. ഇനിയും പ്രയാസമുള്ള ഉദാഹരണങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം പറയാൻ മറന്നു. എന്താണെന്നല്ലേ? ഏതൊരു കാര്യവും കേട്ട് പഠിക്കുന്നതോടൊപ്പം അത് എഴുതിയും കൂടെ പഠിച്ചാൽ കൂടുതൽ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ ഞാൻ പറഞ്ഞത് സബ്ജക്റ്റിനെ കുറിച്ചും പ്രെഡിക്കേറ്റിനെ കുറിച്ചുമാണ്. ദാ ബോർഡില് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. എവരി സെന്റൻസ് ഇൻ ഇംഗ്ലീഷ് ഹാസ് 2 parts. ഏതൊക്കെയാ? They are subject and predicate. ഇനി എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കാം. The part which names the person or thing that we are speaking about is called the subject of the sentence. ആഖ്യ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയും. ഒരു വാക്യത്തിൽ നമ്മൾ ആരെ കുറിച്ച് പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നുവോ അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്? സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഖ്യ, അതല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത്. ഇനി പ്രെഡിക്കേറ്റ്, the part which tells something about the subject. ഏതിനെ കുറിച്ച്? സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നുവോ ആ പാർട്ടിന് പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്, അതല്ലെങ്കിൽ ആഖ്യാതം. ഇപ്പൊ ഓർത്തോണം, the part which tells something about the subject is called the predicate of the
സെന്റൻസ്. അപ്പോൾ എല്ലാരും ഇത് എഴുതിയെടുക്കുകയല്ലേ? ഈ എക്സാമ്പിളിലേക്ക് ഒന്ന് നോക്കിക്കേ. The number which you have dialed is busy now. ഇത് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ലോകത്തുണ്ടോ? എന്താ? നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ തിരക്കിലാകുന്നു. ഇനിയും നമ്മൾക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതിലെ സബ്ജക്റ്റ് ഏതാ? ആലോചിച്ച് നോക്കിക്കേ. കിട്ടിയോ? കിട്ടി. ഏതാ? ദ നമ്പർ. അങ്ങനല്ലേ? തെറ്റിപ്പോയി. അതല്ലല്ലോ സബ്ജക്റ്റ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? നമ്മൾ ആ പറഞ്ഞ ഡെഫിനേഷൻ ഓർത്തേ. എന്താണ്? ദ പാർട്ട് വിച്ച് നെയിംസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഈസ് കോൾഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. ഒരു വാക്യത്തിൽ നമ്മൾ ആരെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നു? ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദി സെന്റൻസ് സേസ് അബൌട്ട് ദ നമ്പർ. ആണോ? നമ്പറിനെ കുറിച്ചാണോ പറയുന്നത്? അതെ. പക്ഷേ ആ നമ്പറിന്റെ പ്രത്യേകത കൂടെ പറയുന്നുണ്ട്. ആ നമ്പർ ഏതാ? വിച്ച് യു ഹാവ് ഡയൽഡ്. വെറും നമ്പർ അല്ല, നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ. അപ്പൊ ആ നമ്പർ നിങ്ങൾ ഡയൽ ചെയ്ത നമ്പറാണ്. ഈസ് ബിസി നൗ. അതിപ്പോൾ തിരക്കിലാവും. ധാരാളം നമ്പർ ഉണ്ട്. ഇവിടെ പറയുന്നത് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഈസ് മെൻഷൻഡ് ഹിയർ. കണ്ടോ? നമ്മൾ ഡയൽ ചെയ്ത ആ പ്രത്യേക നമ്പർ, ആ നമ്പറാണ് തിരക്കിൽ. അപ്പോൾ സബ്ജക്ട് ഏതാ? ദ നമ്പർ വിച്ച് യു ഹാവ് ഡയൽഡ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് വച്ച് ഇതിന്റെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ടില്ലേ? അപ്പൊ നമുക്ക് അത് കുറച്ചുകൂടി ലളിതമായി ഒന്ന് പഠിക്കാം. അപ്പോൾ ഈസിയായി ഓരോ സെന്റൻസിന്റെയും സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചാൽ പ്രെഡിക്കേറ്റും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കും. ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഏതാ? ഈസ് ബിസി നൗ. കാരണം എന്താ? ഇതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഏത് പ്രെഡിക്കേറ്റ് പറയുന്നത്? ഏതിനെ കുറിച്ച്? സബ്ജക്റ്റിനെ കുറിച്ച്. ഈ സബ്ജക്റ്റിന് എന്ത് പറ്റി? അതിപ്പോൾ തിരക്കിലാണ്. അതുകൊണ്ട് ഇത് പ്രെഡിക്കേറ്റ് ആകുന്നു. വ്യക്തമായോ? ഇവിടെ നോക്കിക്കേ. എ മാർക്കർ ഈസ് ഇൻ മൈ ഹാർട്ട്. സബ്ജക്ട് ഏതാ? എ മാർക്കർ. എന്തുകൊണ്ട്? ദിസ് സെന്റൻസ് സേസ് അബൌട്ട് എ മാർക്കർ. ഇത് ഏതിനെ കുറിച്ച് പറയുന്നു? മാർക്കറിനെ കുറിച്ച് പറയുന്നു. കേട്ടോ? എ മാർക്കർ ഈസ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ട് എ മാർക്കർ എന്നുള്ളതാണ് സബ്ജക്ട്. എന്നാൽ ഞാൻ ഇതിനെ കൂടുതൽ വിശേഷിപ്പിക്കാം. ഇതെന്നാ കളറാ? റെഡ് കളറാണ്. അപ്പൊ എ റെഡ് മാർക്കർ ഈസ് ഇൻ മൈ ഹാൻഡ്. എന്റെ കയ്യിലുള്ളത് ഏതാണെന്ന് പറയുന്നത്? എ റെഡ് മാർക്കർ. അപ്പോൾ സബ്ജക്റ്റിന്റെ ലെങ്ത് കൂടി. കണ്ടോ? കൂടുതൽ വാക്കുകൾ വന്നു. അപ്പോൾ സബ്ജക്റ്റ് ഏതായി? എ റെഡ് മാർക്കർ. ഇനി നോക്കുക. ഇത് മെറ്റലിൽ നിർമ്മിച്ചിരിക്കാം. ഇപ്പൊ മെറ്റാലിക് ആണ്. ആ വിശേഷണങ്ങളോടെ ചേർത്ത് എ മെറ്റാലിക് റെഡ് മാർക്കർ ഈസ് ഇൻ മൈ ഹാൻഡ്. സബ്ജക്റ്റ് ഏതാ? എ മെറ്റാലിക് റെഡ് മാർക്കർ. അപ്പോൾ എളുപ്പമായില്ലേ? ഇങ്ങനെയുള്ള വാക്യങ്ങൾ കണ്ടാൽ സബ്ജക്റ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്താ? എ മെറ്റാലിക് റെഡ് മാർക്കർ ഈസ് ഇൻ മൈ ഹാൻഡ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്രെഡിക്കേറ്റ് ഓക്കെ ആയില്ലേ? ദ റിമൈനിങ് പാർട്ട് എന്തോന്നാ? പ്രെഡിക്കേറ്റ്. ലെറ്റ്സ് ഗോ ത്രൂ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അതും മാർക്കറിനെ കുറിച്ച് തന്നെ. The marker which is in my hand is metallic and in red color. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? എന്റെ കയ്യിലിരിക്കുന്ന മാർക്കർ ഈസ് എന്താണ്? മെറ്റാലിക്, ലോഹനിർമ്മിതമാണ്. ആൻഡ് ഇൻ റെഡ് കളർ, ചുവപ്പ് നിറത്തിലും ഉള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, എന്റെ കയ്യിലിരിക്കുന്ന മാർക്കർ ലോഹനിർമ്മിതവും ചുവപ്പ് നിറത്തിലുള്ളതുമാകുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ വാക്യത്തിൽ എന്തിനെ കുറിച്ചാ പറയുന്നത്? This sentence says about what? Says about the marker which is in my hand. വെറും മാർക്കർ അല്ല, എന്റെ കയ്യിലിരിക്കുന്ന മാർക്കർ. അതുകൊണ്ട് തന്നെ the marker which is in my hand, that is the subject of this sentence. മനസ്സിലായില്ലേ? എളുപ്പമാകുന്നില്ലേ? ഇനി is metallic and in red color, അത് predicate. ഇതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. predicate ഏതിനെ കുറിച്ച് പറയുന്നു? ഞാൻ പറഞ്ഞായിരുന്നു, predicate-ന് വേറെ പണിയൊന്നുമില്ല. എന്താണ് predicate-ന്റെ പണി? സബ്ജക്ട് എന്ത് ചെയ്യുന്നു, സബ്ജക്ട് എന്താണോ, സബ്ജക്ട് ആരാണോ, സബ്ജക്ട് ഏത് അവസ്ഥയിലാണോ, സബ്ജക്റ്റിന് എന്ത് പറ്റി, ഇതൊക്കെ അന്വേഷിക്കുകയും അത് വിശദമാക്കുകയും ചെയ്യുകയാണ് predicate ചെയ്യുന്നത്. കേട്ടോ, ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത is metallic and in red color. അതുകൊണ്ട് is metallic and in red color എന്ന് പറയുന്നത് predicate. എളുപ്പമായില്ലേ? ഇത്രയും എക്സാമ്പിൾസ് കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അവസാനിപ്പിക്കും. പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ എല്ലാത്തിന്റെയും സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 6th one നോക്കുക. Most of my friends speak മലയാളം. എന്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ഏത് ഭാഷ സംസാരിക്കുന്നു? മലയാളം സംസാരിക്കുന്നു. This sentence says about whom? ആരെ കുറിച്ചാ പറയുന്നത്? Most of my friends. അപ്പൊ സബ്ജക്ട് ഏതാ? Most of my friends. മനസ്സിലായില്ലേ? predicate speak മലയാളം എന്താണെന്ന് അറിയാം. Then this is my school. ഇത് എന്റെ സ്കൂളാകുന്നു. This sentence says about what? This. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് സബ്ജക്ട്? This. Is my school predicate. Then she loves music. അവൾ സംഗീതം ഇഷ്ടപ്പെടുന്നു. That sentence says about whom? Says about she. So she is the subject. Loves music, predicate. The sun rises in the east. എന്താണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു. This sentence says about the sun. So the sun is the subject. സൂര്യൻ സത്യത്തിൽ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഇവിടെ എന്താണ്? Seeing is believing. കാണുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി ജോഗ്രഫിയുടെ ഒരു ക്ലാസ്സുമായി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ഏതാ? The sun rises in the east. Sentence says about the sun. So rises in the east is the predicate. Then reading is a good habit. വായന ഒരു നല്ല ശീലമാണ്. Sentence says about reading. അതുകൊണ്ട് റീഡിംഗ് എന്നുള്ളത് സബ്ജക്റ്റ് ആവും. ഇതിന് ജെറണ്ട് എന്നാണ് പറയുന്നത്. വെർബൽ നൗൺ. ഒരു വെർബിന്റെ കൂടെ ing കൂടെ ചേർത്ത് അതിനെ നൗൺ ആക്കുന്നതിനെ ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് പറയും. സ്വിമ്മിംഗ് ഈസ് എ ഗുഡ് എക്സർസൈസ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നോ, സ്വിമ്മിംഗ് ഈസ് എ ഗുഡ് എക്സർസൈസ്. നീന്തൽ ഒരു നല്ല വ്യായാമമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാകുന്നു. അവിടെയെല്ലാം ഈ ജെറണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജെറണ്ടും സബ്ജക്റ്റ് ആയിട്ട് വരാം. To err is human. തെറ്റ് മനുഷ്യ സഹജമാണ്. To forgive is divine. പൊറുക്കുക, ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. ഇപ്പൊ to err എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബേസ് ഫോം ഓഫ് വെർബ്, അതിന് പറയുന്ന പേരാണ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് വെർബ് വിത്ത് ടു. ഇപ്പൊ ടേക്ക് ആണെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആക്കണമെങ്കിൽ ടു ടേക്ക്, കം ആണെങ്കിൽ ടു കം, ടു റൈറ്റ്, ടു ഗിവ്, ടു പുട്ട്, ടു സിറ്റ്. ഇതൊക്കെയാണ് ടു ഇൻഫിനിറ്റീവ്. പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ
ടു ഇൻഫിനിറ്റീവും സബ്ജക്റ്റ് ആയിട്ട് വരാം. ടു എർ ഈസ് ഹ്യൂമൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹ്യൂമൻ ടു എർ. തെറ്റ് മനുഷ്യ സഹജമാണ്. പ്രെഡിക്കേറ്റ് ഈസ് ഹ്യൂമൻ. Then to criticize is easy. വിമർശിക്കുക എന്നുള്ളത് എളുപ്പമാണ്. അപ്പം സെന്റൻസ് ഈസ് അബൌട്ട് to criticize. So to criticize is the subject. മനസ്സിലായോ? ഇവിടെയും to infinitive ആണ് subject. Then what she says is correct. അവൾ എന്താണോ പറഞ്ഞത് അത് ശരിയാകുന്നു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ട് ഷീ സേസ്. അതുകൊണ്ട് സബ്ജക്ട് വാട്ട് ഷീ സേസ് ഈസ് കറക്റ്റ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഈസി ടു പ്ലീസ് ഹിം. അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എളുപ്പമാണ്. ചിലരെ സന്തോഷിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ രണ്ട് വാചകത്തിൽ സബ്ജക്റ്റ് ഇറ്റാണ്. നോക്കുക, സബ്ജക്റ്റ് എന്താ? ഇറ്റാണ്. ഇതിന് ഇൻട്രോഡക്ടറി ഇറ്റ് അല്ലെങ്കിൽ ഡമ്മി ഇറ്റ് എന്ന് പറയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു വാചകം ഇറ്റിലാണോ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ദയറിലാണോ ആരംഭിക്കുന്നത്? അടുത്തത് ദയർ കൂട്ടിയുള്ള എക്സാമ്പിളാണ്. കണ്ണും മൂട്ടി പറയാം. സബ്ജക്റ്റ് ഇറ്റാണ്. ദയറിലാണെങ്കിൽ ദയറാണ്. ആക്ച്വലി ദ റിയൽ സബ്ജക്റ്റ് കംസ് ലേറ്റർ. ശരിക്കും യഥാർത്ഥ സബ്ജക്റ്റ് പിന്നീടായിരിക്കും വരുന്നത്. ഭൂരിഭാഗം കേസിലും, ചില കേസിൽ ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഒരു വാക്യം ഇറ്റിലോ ദയറിലോ ആണ് ആരംഭിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോണം, മറക്കരുത്, ആ വാക്യത്തിന്റെ സബ്ജക്റ്റ് എന്താന്ന് തന്നെയാണ് ഇറ്റ്. ദയറിലാണെങ്കിൽ ദയർ. അപ്പൊ ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഇറ്റ് ഈസ് എ സബ്ജക്റ്റ് ഇറ്റ്. ഇറ്റ് ഈസ് ഡമ്മി ഇറ്റ് ഓർ ഇൻട്രോഡക്ടറി ഇറ്റ്. then it is easy to please him. നോക്കുക, to please him എന്നുള്ളതാണ് യഥാർത്ഥ സബ്ജക്റ്റ്. ഇത് പറഞ്ഞാൽ to please him is easy. അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എളുപ്പം. അപ്പൊ അവനെ സന്തോഷിപ്പിക്കുന്നത് എളുപ്പമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ സബ്ജക്റ്റ് ടു പ്ലേസ് ചെയ്യുമെന്ന്. പക്ഷേ ഇറ്റിൽ ആരംഭിക്കുന്നത് കൊണ്ട് നമ്മള് സബ്ജക്റ്റ് എന്താണ്? ഇറ്റാണ്. ഇതിനെന്ത് പറയുന്നു? ഇൻട്രോഡക്ടറി ഇറ്റ് ഓർ ഡമ്മി ഇറ്റ്. അടുത്ത രണ്ടു എളുപ്പമായില്ലേ? ഇത് there are 10 boys in this class. സബ്ജക്റ്റ് ഏതാ? they are. എന്തുകൊണ്ട്? ദയറിൽ ആരംഭിക്കുകയാണെങ്കിൽ ഒരു വാക്യം അതിലെ സബ്ജക്റ്റ് there ആയിരിക്കും. ഇതിന് എന്നാ പറയും? ഇൻട്രോഡക്ടറി there or ഡമ്മി there. ശരിക്കും there are 10 boys in this class. എങ്ങനെ ശരിക്കുള്ള സബ്ജക്റ്റ് ഏതാ? 10 boys. 10 boys are in this class. പക്ഷേ ഒരു വാചകം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് there ഉപയോഗിക്കാം. അങ്ങനെ ഉള്ള പ്രയോഗത്തിലാണ് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സബ്ജക്റ്റ് ഏതാ? there. There is a book on the table. സബ്ജക്റ്റ് ഏതാ? എളുപ്പമായില്ലേ? ഏതാണ് സബ്ജക്റ്റ്? there. കണ്ടോ? A book is on the table എന്ന് പറയുന്നതിന് പകരം thereൽ ആരംഭിച്ചത് കൊണ്ട് there ആണ് സബ്ജക്റ്റ്. ഇനി ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യാത്ത പോർഷൻസ് മുഴുവൻ പ്രെഡിക്കേറ്റ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ വിവിധ തരത്തിലുള്ള വാക്യങ്ങളുടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മനസ്സിലായില്ലേ? മനസ്സിലാകണം. അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വാക്കിൽ തുടങ്ങി എത്ര വേണമെങ്കിലും ആകാം. പ്രെഡിക്കേറ്റും അതുപോലെ തന്നെ മിനിമം ഒരു വേർഡെങ്കിലും ഉണ്ടാവണം, എത്ര വേണമെങ്കിലും ആകാം. ആദ്യ പാർട്ടിൽ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ എന്നൂടെ നോക്കണ്ടേ? ഈ രണ്ട് എക്സാമ്പിൾ നോക്കിക്കേ. താങ്ക് ഹിം സബ്ജക്റ്റ് എന്താ? ഓപ്പൺ ദ ഡോർ. ഓർക്കുന്നുണ്ടാവും. സബ്ജക്റ്റ് എന്താ? യു. ഇവിടെ പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കിട്ടി? ബിക്കോസ് ദീസ് ടു സെന്റൻസസ് ആർ ഇംപെറേറ്റീവ്സ്. ഈ രണ്ട് വാക്യങ്ങളും ഏത് സെന്റൻസാ? ഇംപെറേറ്റീവ് ആണ്. ഇംപെറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് ഏതാ? യു ആണ്. അതിന് കാരണം എന്താ? പറയുന്ന ആൾക്കും
കേൾക്കുന്ന ആൾക്കും സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ട് അത് പറയേണ്ട ആവശ്യം ഇല്ല. താങ്ക് ഹിം മീൻസ് യു താങ്ക് ഹിം. ഓപ്പൺ ദ ഡോർ മീൻസ് യു ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇതിലെ സബ്ജക്റ്റ് പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. ഓർക്കുന്നില്ലേ? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് പ്രെഡിക്കേറ്റ് മാത്രം. താങ്ക് ഹിം എന്നുള്ളത് പ്രെഡിക്കേറ്റ്, ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്, യു എന്ന് പറയുന്നതാണ് അവിടെ സബ്ജക്റ്റ്. ഇപ്പോൾ ഇത് എല്ലാം മനസ്സിലായില്ലേ? ലെറ്റ്സ് കൺക്ലൂഡ് വാട്ട് വി ഹാവ് ലേൺഡ് ടുഡേ. നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ചത് ഇത് 2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ഭുതം തോന്നുന്നില്ലേ? ഈ 2 കാര്യങ്ങളെ നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. നോക്കിക്കേ എത്ര വിശദമായാണ് നമ്മൾ പഠിച്ചതെന്ന്. Every sentence in English has 2 parts. They are subject and predicate. ഇവയെല്ലാം നമ്മൾ പഠിച്ചേ. ഇംഗ്ലീഷിലെ എല്ലാ വാക്യങ്ങൾക്കും 2 ഭാഗങ്ങളുണ്ട്. അവ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അപ്പൊ every sentence in English has 2 parts. ഇത് ഒരു സെന്റൻസ് അല്ലേ? അപ്പോൾ ഇതിനും എന്തുണ്ടാവണം? സബ്ജക്റ്റും ഉണ്ടാവണം, പ്രെഡിക്കേറ്റും ഉണ്ടാവണം. അപ്പൊ ഈ വാക്യത്തിന്റെ സബ്ജക്റ്റ് ഏതാ? every sentence in English. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? This sentence is about every sentence in English. ഇംഗ്ലീഷിലെ എല്ലാ വാക്യത്തെ കുറിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് സബ്ജക്റ്റ്. has 2 parts. predicate. Then they are subject and predicate. അവ, ഇവിടെ ദയുടെ അർത്ഥം അവർ എന്നല്ല. പേഴ്സണൽ പ്രൊനൗൺസ് ഒക്കെ പഠിക്കുമ്പോൾ അതെല്ലാം വിശദമാക്കി പറഞ്ഞു തരാം. ഈ അവ എന്ന് ഉദ്ദേശിക്കുന്ന ഈ 2 പാർട്സ് ആണ്. അതിന് പകരമാണ് ഇവിടെ they എന്നുള്ള പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. They are subject and predicate. ഇപ്പൊ this sentence is about they. അതുകൊണ്ട് they എന്നുള്ളത് സബ്ജക്റ്റ് ആകുന്നു. are subject and predicate എന്നുള്ളത് predicate ആവുന്നു. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മുഴുവൻ മനസ്സിലായി എന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. അടുത്ത പാട്ടിൽ നമ്മൾ ഫ്രേസ്, ക്ലോസ് എന്നിവ പഠിക്കും.